നമസ്കാരം, ഞാൻ വൃന്ദ അരുൺ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പ്രസന്റഡ് ബൈ NCDC. റാങ്ക് ലിസ്റ്റിന് ആയുസ് നീട്ടി. PSC റാങ്ക് ലിസ്റ്റുകളുടെ കാലാവധി നീട്ടാൻ മന്ത്രിസഭ ശുപാർശ. കാലാവധി ദീർഘിപ്പിക്കുന്നത് ഇതുവരെ നീട്ടി നൽകാത്ത 70ഓളം റാങ്ക് ലിസ്റ്റുകൾ. സർക്കാരിന്റെ ശുപാർശയിൽ വെള്ളിയാഴ്ച അടിയന്തര യോഗം ചേരുന്ന PSC അന്തിമ തീരുമാനമെടുക്കും. നിലവിലെ റാങ്ക് ലിസ്റ്റുകളുടെ കാലാവധി തീരാൻ 3 ദിവസം മാത്രം ശേഷിക്കെ തീരുമാനം ഉദ്യോഗാർത്ഥികൾക്ക് ആശ്വാസമാകും. ഡിസംബർ 31 മുതൽ 6 മാസത്തേക്കായിരിക്കും കാലാവധി നീട്ടുക. കോൺഗ്രസിൽ കല്ലേറ്. പരിഹാസ്യമായ ചക്കളത്തിപ്പോരിന്റെ പാരമ്യത്തിൽ കോൺഗ്രസ്. പരസ്പരം പഴിചാരലിൽ ഘടക കക്ഷികൾ കൂടി അണിചേർന്നതോടെ ഐക്യം വിട്ട ദുരവസ്ഥയിൽ UDF. ചെറുകക്ഷികൾ കൂടി കോൺഗ്രസിനെതിരെ തലയുയർത്തുന്നതിനിടെ ചൊവ്വാഴ്ച മുന്നണി യോഗം. ഇടതു സർക്കാരിനെതിരെ പോർമുഖം ഒരുക്കുന്നതിൽ കോൺഗ്രസ് പൂർണ്ണ പരാജയം എന്ന K മുരളീധരന്റെ പ്രസ്താവന പാർട്ടിയിൽ തുറന്നുവിട്ടത് ഗ്രൂപ്പ് പോരിന്റെ ദുർഭൂതം. മുരളിയെ പിന്തുണച്ച് A ഗ്രൂപ്പ് രംഗത്ത് വന്നതോടെ പാർട്ടിയിൽ ഗ്രൂപ്പ് സമവാക്യങ്ങൾ തെറ്റുന്ന രാഷ്ട്രീയ കൗതുകം. മുരളിക്ക് നേരെ ആക്ഷേപശരം തൊടുത്ത രാജ്മോഹൻ ഉണ്ണിത്താനെതിരെ പാർട്ടി അധ്യക്ഷന് പരാതി നൽകി A ഗ്രൂപ്പിന്റെ കരുനീക്കം. തൊട്ടു പിന്നാലെ കോൺഗ്രസ് വക്താവ് സ്ഥാനം രാജിവെച്ച് ഉണ്ണിത്താന്റെ പ്രതിഷേധം. ഗ്രൂപ്പ് യുദ്ധത്തിന്റെ കാഹളത്തിനിടെ നിസ്സഹായനായി സുധീരൻ. മണി വീണ്ടും മുഴങ്ങുമ്പോൾ കോൺഗ്രസിലെ വാക്പോര് തെരുവ് യുദ്ധത്തിലേക്ക് നീങ്ങവേ MM മണിയുടെ രാജി ആവശ്യത്തിൽ LDF-ലും ഭിന്നത. അഞ്ചേരി ബേബി വധക്കേസിൽ മണിയെ മന്ത്രിസ്ഥാനത്ത് നിന്ന് നീക്കണമെന്ന VS-ന്റെ ആവശ്യം നിഷേധിച്ച് വൈക്കം വിശ്വനും രംഗത്ത്. മന്ത്രിയായിരിക്കെ VS-നെതിരെയും കേസുകളുണ്ടായിരുന്നു എന്ന് വൈക്കം വിശ്വൻ. കെട്ടിച്ചമച്ച കേസിന്റെ പേരിൽ മണി രാജിവെക്കേണ്ട ആവശ്യമില്ലെന്നും മുന്നണി കൺവീനർ. അതിനിടെ VS-ന് മറുപടിയുമായി MM മണി. ബേബി കൊല്ലപ്പെടുമ്പോൾ VS ആയിരുന്നു പാർട്ടി സെക്രട്ടറി. കൊലപാതകത്തിൽ VS-ന് പങ്കുണ്ടെന്ന് പറയാത്തത് തന്റെ മര്യാദയെന്നും മണി. കൊലക്കേസിൽ പ്രതിയാക്കപ്പെട്ട MM മണി മന്ത്രിസ്ഥാനത്ത് തുടരുന്നതിനെ ചൊല്ലി സംസ്ഥാന ഘടകത്തിൽ പുകയുന്ന വിവാദം കേന്ദ്ര നേതൃത്വം ചർച്ച ചെയ്യും. ജനുവരി ആദ്യവാരം ചേരുന്ന പാർട്ടി PB ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കും. അതേസമയം മണിയുടെ പരസ്യ പ്രസ്താവനയിൽ പ്രതികരണത്തിന് മുതിരാത്ത VS വിഷയം CC യോഗത്തിൽ ഉന്നയിക്കുമെന്നും സൂചന. ഐക്യത്തിന്റെ പിടിവള്ളി. കറൻസി പരിഷ്കരണത്തിൽ കേന്ദ്ര സർക്കാരിനെതിരെ വിശാല ഐക്യത്തിനൊരുങ്ങി കോൺഗ്രസ്. ഇടതുപക്ഷം ഉൾപ്പെടെ പകുതിയോളം പ്രതിപക്ഷ പാർട്ടികൾ വിട്ടുനിൽക്കുന്ന സംയുക്ത സമരത്തിൽ കോൺഗ്രസിനൊപ്പം തൃണമൂലും RJD-യും ഉൾപ്പെടെ 8 പാർട്ടികൾ. നോട്ട് റദ്ദാക്കലിനെതിരെ പൊതുമിനിമം പരിപാടിയുടെ അടിസ്ഥാനത്തിൽ പ്രക്ഷോഭത്തിനും തീരുമാനം. ഒരൊറ്റ തീരുമാനം കൊണ്ട് രാജ്യത്തെ പിന്നോട്ടടിച്ച നരേന്ദ്രമോദി രാജിവെക്കണമെന്ന ആവശ്യം. സഹാറ ബിർള ഇടപാടുകളിൽ പ്രധാനമന്ത്രി വിശദീകരണം നൽകണം. ഇന്ത്യ നേരിടുന്നത് സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള ഏറ്റവും രൂക്ഷമായ തൊഴിലില്ലായ്മയെന്നും പ്രതിപക്ഷ ആക്ഷേപം. പ്രതിസന്ധി പരിഹാരത്തിന് പ്രധാനമന്ത്രി പറഞ്ഞിരുന്ന കാത്തിരിപ്പ് ദിനങ്ങൾ കഴിഞ്ഞാൽ പ്രതിപക്ഷ സമരം ശക്തമാക്കുമെന്ന് തൃണമൂൽ നേതാവ് മമതാ ബാനർജി. ഇപ്പോൾ മാറി നിൽക്കുന്നവർ വൈകാതെ ഐക്യനിരയുടെ ഭാഗമാകുമെന്ന് രാഹുലിന്റെ പ്രതീക്ഷ. മോദിയുടെ രാജിക്കായി സമ്മർദ്ദം ശക്തമാക്കുമെന്നും രാഹുൽ. തെളിവ് തേടുന്ന തിരച്ചിൽ. സിറിയയിലേക്കുള്ള യാത്രക്കിടെ കരിങ്കടലിൽ തകർന്നു വീണ റഷ്യൻ വിമാനത്തിന്റെ ബ്ലാക്ക് ബോക്സ് കണ്ടെത്തി. 3 ദിവസം നീണ്ട തിരച്ചിലിനൊടുവിൽ ലഭിച്ച ബ്ലാക്ക് ബോക്സിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ചു വരുന്നതായി അധികൃതർ. അപകട കാരണം ഇതുവരെ വ്യക്തമല്ല. 92 പേരുമായി സിറിയയിലെ റഷ്യൻ സൈനിക താവളത്തിൽ ക്രിസ്മസ് ആഘോഷിക്കാൻ പോയ സംഘം അപകടത്തിൽപ്പെട്ടത് ഇക്കഴിഞ്ഞ ഞായറാഴ്ച. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് പ്രസന്റഡ് ബൈ NCDC സമാപിക്കുന്നു. അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂറിന് ശേഷം. നമസ്കാരം.